ഹായ് ഫ്രണ്ട്സ്, നമ്മളിത് നോക്കുന്നത് SCERT ചാപ്റ്റർ വൈസ് ക്ലാസ്സിൽ 6ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസിൽ 3ാമത്തെ ചാപ്റ്ററാണ് കേരളം മണ്ണും മഴയും മനുഷ്യനും. ഓക്കെ, നമുക്ക് ക്ലാസ്സിലേക്ക് പോവാം. നോക്കിക്കേ, ഇവിടെ പാഠഭാഗത്ത് ഒരു ഇൻട്രോ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്കൊന്ന് ജസ്റ്റ് വായിച്ച് നോക്കാം. വഴി വഴി ഒതുങ്ങി നിൽക്കണം, ലോറികളിൽ നിന്ന് ചുമടുമായി നീങ്ങുന്ന തൊഴിലാളികൾ വിളിച്ചു പറയുന്നുണ്ടായിരുന്നു. അച്ഛനോടൊപ്പം പട്ടണത്തിലെത്തിയ ഞാൻ ആദ്യമായാണ് ഇത്രയും വലിയ പച്ചക്കറി കമ്പോളം കാണുന്നത്. എത്ര വലുതാണ് ഈ കമ്പോളം! മത്തനും വെള്ളരിയും മല പോലെ കൂമ്പാരം കൂട്ടിയിരിക്കുന്നു. പടവലങ്ങ, ക്യാരറ്റ്, കാബേജ്, വാഴക്കുല, വെണ്ടയ്ക്ക, പാവയ്ക്ക, എത്ര തരം പച്ചക്കറികളാണ് ഇവിടെ! അവധി കഴിഞ്ഞുള്ള ദിനമായിരുന്നതിനാൽ നല്ല തിരക്കായിരുന്നു. എവിടെ നിന്നാണ് ഈ പച്ചക്കറികളൊക്കെ എത്തുന്നത്? അപ്പോൾ എവിടുന്നെങ്കിലും പച്ചക്കറി കൊണ്ടുവരുന്നത് കൊണ്ടല്ലേ അവിടെ അത്രയും പച്ചക്കറി വന്നേക്കുന്നത്. അപ്പോൾ എവിടെ നിന്നാണ് ഇത്രയും പച്ചക്കറി കിട്ടുന്നതെന്നാണ് കുട്ടി ആലോചിക്കുന്നത്. നോക്കാം. മൈസൂരു, ഊട്ടി, മേട്ടുപ്പാളയം, കമ്പം തേനി, ഓടൻ ചത്രം, നാഗർകോവിൽ എന്നിങ്ങനെ കുറേ സ്ഥലങ്ങളുടെ പേരുകൾ അച്ഛൻ എനിക്ക് പറഞ്ഞു തന്നു. നമ്മുടെ പ്രധാന ഭക്ഷണമായ അരിയുടെ നല്ലൊരു പങ്കും എത്തുന്നത് എവിടെ നിന്നാ? എവിടെ നിന്ന് നോക്കിക്കേ. സീമാന്ധ്രയിൽ നിന്നും ഒഡീഷയിൽ നിന്നുമാണ്. മുളക്, മല്ലി, പയർ, കടല കേരളത്തിന് പുറത്തുനിന്നും എത്തുന്ന സാധനങ്ങളാണ് ഒട്ടുമിക്കതും. ഇനി പൂക്കട കാര്യത്തിൽ എന്താ പറയുന്നത്? മുല്ലപ്പൂ, ചെത്തി, ജമന്തി, താമര എന്നിങ്ങനെ കേരളത്തിൽ വിറ്റഴിക്കപ്പെടുന്ന പൂക്കളും എത്തുന്നത് എവിടെ നിന്നാണ്? അതിർത്തിക്കപ്പുറത്തു നിന്നാണെന്നാണ് പറയുന്നത്. അപ്പോൾ എന്താ പറയുന്നത്? പച്ചക്കറികളും പലവ്യഞ്ജനങ്ങളും പൂക്കളും ഒക്കെ അന്യ സംസ്ഥാനങ്ങളിൽ നിന്നാണ് എത്തുന്നത്. നമ്മുടെ സംസ്ഥാനത്ത് എന്താണ് ഇതുപോലെയൊന്നും കൃഷിയൊക്കെ ചെയ്യാത്തത് കൊണ്ടാണ് നമ്മൾ മറ്റുള്ള സംസ്ഥാനത്തെ ആശ്രയിക്കേണ്ടി വരുന്നത്. ഒരു കാലത്ത് പട്ടണങ്ങളിൽ മാത്രമാണ് ഇത്തരത്തിൽ പുറത്തുനിന്നും പച്ചക്കറികളും പൂക്കളും എത്തിയിരുന്നത്. എന്നാൽ ഇപ്പം എങ്ങനെയാണ്? നാട്ടിൻപുറങ്ങളിലും ഇത് തന്നെയാണ് അവസ്ഥ. അന്യ സംസ്ഥാനങ്ങളെ ആശ്രയിച്ചാണ് നമ്മളിപ്പോൾ ജീവിക്കുന്നത്, അല്ലേ? പച്ചക്കറികളും ഭക്ഷ്യധാന്യങ്ങളും ഒക്കെ നമുക്ക് തന്നെ കൃഷി ചെയ്യാവുന്നതേ ഉള്ളൂ. അതിന് എന്തൊക്കെയാണ് അടിസ്ഥാനമായിട്ടും വേണ്ടത്? വളക്കൂറുള്ള മണ്ണ് വേണം, അനുയോജ്യമായ കാലാവസ്ഥ ഉണ്ടായിരിക്കണം, ജലലഭ്യത ഉണ്ടായിരിക്കണം, മനുഷ്യാധ്വാനം ഉണ്ടാവണം. ഇതൊക്കെ ഉണ്ടായിട്ട് കാര്യമുണ്ടോ? നമ്മൾ ജോലി ചെയ്യാൻ തയ്യാറാവണം. നോക്കിക്കേ, അയൽനാടുമായൊരു താരതമ്യം. നമുക്ക് കേരളവും തമിഴ്നാടും തമ്മിൽ താരതമ്യം ചെയ്ത് നോക്കാം. കേരളത്തിലേക്ക് പച്ചക്കറികളും പൂക്കളും പലവ്യഞ്ജനങ്ങളും എത്തിക്കുന്നതിൽ മുന്നിൽ നിൽക്കുന്നത് ആരാണ്? തമിഴ്നാടാണ്. അപ്പോൾ നമുക്ക് പ്രധാന മണ്ണിനവും ജലലഭ്യതയും ഒക്കെ വെച്ചൊന്ന് താരതമ്യം ചെയ്ത് നോക്കാം. നോക്കിക്കേ, കേരളത്തിൽ എക്കൽ മണ്ണ്, ലാറ്ററൈറ്റ് മണ്ണ്, വനമണ്ണ്, ചെമ്മണ്ണ് എന്നിവ കാണപ്പെടുന്നു. തമിഴ്നാട്ടിലോ? ചെമ്മണ്ണുണ്ട്, കറുത്ത മണ്ണുണ്ട്, ലാറ്ററൈറ്റ് മണ്ണുണ്ട്, തീരദേശ മണ്ണുണ്ട്. ഇത് നോക്കിക്കേ, ജലലഭ്യത. കേരളത്തിൽ വാർഷിക മഴയെന്ന് പറയുന്നത് 300 സെൻറ്റിമീറ്റർ ആണ്. അത് നോട്ട് ചെയ്ത് വെക്കണം. വാർഷിക മഴ എത്രയാണ്? 300 സെൻറ്റിമീറ്റർ. കേരളത്തിലൂടെ ഒഴുകുന്ന നദികൾ എത്ര എണ്ണം ഉണ്ട്? 44 നദികളുണ്ട്. നമുക്ക് മഴ ലഭിക്കുന്നത് കൊണ്ട് എന്താണ്? ജലസേചന സൗകര്യങ്ങളുടെ ആവശ്യം വരുന്നില്ലെന്നാണ് പറയുന്നത്. മഴ ലഭിക്കുന്നതിനാൽ പലയിടങ്ങളിലും ജലസേചന സൗകര്യങ്ങളുടെ ആവശ്യകത ഇല്ല. ഇനി തമിഴ്നാടിനെ നോക്കിക്കേ. വാർഷിക മഴയെന്ന് പറയുന്നത് 95.9 സെൻറ്റിമീറ്റർ ആണ്. 14 നദികളേ ഉള്ളൂ തമിഴ്നാട്ടിൽ കൂടെ ഒഴുകുന്നത്. മഴ കുറവായതിനാൽ ജലസേചന സൗകര്യം വ്യാപകമായി ഏർപ്പെടുത്തേണ്ടതുണ്ട്. അപ്പോൾ ഇത്രയും നോക്കിയപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന എന്താണ്? നമ്മുടെ കേരളത്തിൽ കൃഷി ചെയ്യാൻ അനുയോജ്യമാണല്ലേ. നമുക്ക് മഴയുണ്ട്, നദികൾ കൂടുതലുണ്ട്, നമുക്ക് വർഷത്തിൽ എത്രയാണ്? 300 സെൻറ്റിമീറ്റർ മഴ ലഭിക്കുന്നുണ്ട്. നോക്കിക്കേ, തമിഴ്നാട്ടിൽ വളരെ കുറവാണല്ലേ. 300 സെൻറ്റിമീറ്റർ നമുക്ക് ലഭിക്കുന്നുണ്ട്. അവർക്ക് എത്രയാണ്? 95.9 സെൻറ്റിമീറ്റർ മാത്രമാണ് ലഭിക്കുന്നത്. അതുപോലെ തന്നെ തമിഴ്നാട്ടിൽ കൂടെ ഒഴുകുന്ന നദികളുടെ എണ്ണം കണ്ടോ? അപ്പോൾ അവർക്ക് അത്രയും ഉള്ളൂ. എന്നിട്ട് തന്നെ അവരാണ് എന്ത് ചെയ്യുന്നത്? നമ്മുടെ കേരളത്തിലേക്ക് പച്ചക്കറികളും മറ്റ് സാധനങ്ങളും എത്തിക്കുന്നതിൽ മുൻപന്തിയിൽ നിൽക്കുന്നത് ആരാണ്? തമിഴ്നാടാണ്. കേരളത്തിലും തമിഴ്നാട്ടിലും ഏതാണ്ട് ഒരേ തരത്തിലുള്ള മണ്ണിനങ്ങളാണ് കാണപ്പെടുന്നത്. എന്നാൽ കൃഷിക്ക് ഏറ്റവും അനുയോജ്യമായ എക്കൽ മണ്ണ് കേരളത്തിലാണുള്ളത്. എന്താണ്? കൃഷിക്ക് ഏറ്റവും അനുയോജ്യമായ എക്കൽ മണ്ണ് എവിടെയാണുള്ളത്? കേരളത്തിലാണ് ഉള്ളത്. മഴയുടെ ലഭ്യതയിലാകട്ടെ കേരളം തമിഴ്നാടിനേക്കാൾ ഏറെ മുന്നിലാണ്. നമ്മൾ കണ്ടായിരുന്നല്ലേ. അപ്പോൾ എന്താണ്? തമിഴ്നാടിനേക്കാളും കേരളമാണ് മഴ ലഭ്യതയുടെ കാര്യത്തിൽ മുന്നിൽ നിൽക്കുന്നത്. ഓക്കെ, കേരളം കാർഷിക പ്രവർത്തനങ്ങൾക്ക് അനുയോജ്യമായ പ്രദേശമാണ്.
കൃഷിക്ക് അനുകൂലമായ ഈ സാഹചര്യങ്ങളെ കേരളം ഒരു കാലത്ത് വേണ്ട വിധം ഉപയോഗപ്പെടുത്തിയിരുന്നു. തെങ്ങ്, നെല്ല്, മരച്ചീനി, ചേന, കാച്ചിൽ തുടങ്ങിയ വിളകളെ കൂടാതെ കുരുമുളക്, ഇഞ്ചി, ഏലം തുടങ്ങിയ സുഗന്ധ വിളകളും വളരുന്നതിന് അനുകൂല സാഹചര്യങ്ങളുള്ള നാടാണ് കേരളം. എന്താ പറയുന്നത്? തെങ്ങ്, നെല്ല്, മരച്ചീനി, ചേന, കാച്ചിൽ തുടങ്ങിയ വിളകളെ കൂടാതെ കുരുമുളക്, ഇഞ്ചി, ഏലം തുടങ്ങിയ സുഗന്ധ വിളകളും വളരുന്നതിന് അനുകൂല സാഹചര്യങ്ങളുള്ള നാടാണ് നമ്മുടെ കേരളം. കേരളത്തിന്റെ ഈ കാർഷിക വൈവിധ്യവും അതിന് കാരണമായ ഭൂപ്രകൃതി സവിശേഷതകളുമാണ് നമ്മൾ അടുത്തതായിട്ട് നോക്കാൻ പോകുന്നത്. കേരളത്തിന്റെ ഭൂപ്രകൃതി വൈവിധ്യവും കൃഷിയും. സമുദ്രനിരപ്പിൽ നിന്നുള്ള ഉയരത്തിന്റെ അടിസ്ഥാനത്തിൽ കേരളത്തിന്റെ ഭൂപ്രകൃതി എത്രയായിട്ട് തരംതിരിച്ചിട്ടുണ്ട്? 3 ആയിട്ട് തരംതിരിച്ചിട്ടുണ്ട്. മലനാട്, ഇടനാട്, തീരപ്രദേശം. എങ്ങനെയാണ്? സമുദ്രനിരപ്പിൽ നിന്നുള്ള ഉയരത്തിന്റെ അടിസ്ഥാനത്തിൽ. ഈ ഭൂപ്രകൃതി വിഭാഗങ്ങളിൽ ഓരോന്നിലും കൃഷി ചെയ്യുന്ന വിളകൾക്ക് ചില പ്രത്യേകതകളുണ്ട്. വൈവിധ്യമാർന്ന വിളകൾ കൃഷി ചെയ്യാൻ അനുയോജ്യമായതാണ് നമ്മുടെ ഭൂപ്രകൃതി. ഇവിടെ നോക്കിക്കേ, കേരളത്തിന്റെ ഭൂപടം കാണിച്ചിട്ടുണ്ട്. തീരപ്രദേശം, ഇടനാട്, മലനാട്. കണ്ടോ? അത് എത്ര മീറ്റർ വെച്ചാന്നൊക്കെ കാണിച്ചിട്ടുണ്ട്. അത് പഠിച്ചു വെക്കണേ. ഇത് ഓക്കെ. കണ്ടോ? യെല്ലോ കളർ കാണിച്ചേക്കുന്നത് എന്താണ്? തീരപ്രദേശമാണ്. വളരെ കുറച്ചാണ് തീരപ്രദേശം. ഇടനാടാണ് നടുക്ക് കാണിച്ചേക്കുന്നത്. കണ്ടോ? ഗ്രീൻ കളറിൽ കാണുന്നത്. ഏറ്റവും കൂടുതലായിട്ട് നമുക്ക് തോന്നുന്ന ഏതാണ്? മലനാടാണ് ഏറ്റവും കൂടുതലായിട്ട് ഉള്ളത്. കണ്ടോ? ഓക്കെ, ശരി. നോക്കിക്കേ, നമ്മൾ അടുത്തായിട്ട് നോക്കാൻ പോകുന്നത് മലനാടിനെ കുറിച്ചാണ്. ഈ ചിത്രം നോക്കിക്കേ, എന്തുവാ കാണുന്നത്? തേയിലയും അതുപോലെ തന്നെ ഏലവുമാണ് കാണുന്നത്. എന്താണ്? മലനാട്ടില് കൃഷി ചെയ്യുന്നവയാണ് ഇവ രണ്ടും. ഓക്കെ, നോക്കിക്കേ, കേരളത്തിന്റെ കിഴക്കൻ പ്രദേശങ്ങൾ ഉൾപ്പെടുന്ന മലനാട്ടിൽ മഴയും മഞ്ഞും തണുപ്പും ഏറെയാണ്. മലനാടിന്റെ പ്രത്യേകത എന്താണ്? അവിടെ മഴയും മഞ്ഞും തണുപ്പും ഒരുപാടുണ്ട്. സമുദ്രനിരപ്പിൽ നിന്നും വളരെ ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന സഹ്യപർവ്വതനിരയുടെ ഭാഗമാണിവിടം. അപ്പോൾ സഹ്യപർവ്വതനിര വളരെ ഉയരത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. സഹ്യപർവ്വതനിരയുടെ ഭാഗമാണ് മലനാട്. നമ്മളെ ചിത്രത്തിൽ കണ്ടായിരുന്നു ഏലം, തേയില എന്നീ വിളകൾ അല്ലേ? അത് എവിടെയാണ് കൃഷി ചെയ്യുന്നത്? മലനാട്ടിലാണ് കൃഷി ചെയ്യുന്നത്. ഈ വിളകൾക്ക് വളർച്ചയ്ക്ക് ആവശ്യമായ ഭൂമിശാസ്ത്ര ഘടകങ്ങൾ എന്തൊക്കെയാണ്? താപനില 30 ഡിഗ്രി സെൽഷ്യസിൽ താഴെയായിരിക്കണം, ധാരാളമായി ലഭിക്കുന്ന മഴ, നീർവാർച്ചയുള്ള മണ്ണ്. ഏലം, കുരുമുളക്, ഇഞ്ചി, മഞ്ഞൾ തുടങ്ങിയ സുഗന്ധ വിളകൾക്കും തേയില, കാപ്പി എന്നിവയ്ക്കും എന്താണ് അനുയോജ്യമായ കാലാവസ്ഥ എവിടെയുണ്ട്? മലനാട്ടിലുണ്ട്. ഈ ഭൂപ്രകൃതി വിഭാഗത്തിൽ നിന്നും ലഭിച്ച സുഗന്ധ വിളകളുടെ പെരുമയാണ് കേരളത്തെ വിദേശികളുടെ പ്രിയപ്പെട്ട ഇടമാക്കിയതെന്ന് ചരിത്രം പറയുന്നു. എന്നാൽ കേരളത്തിന്റെ കാലാവസ്ഥയിലും ഭൂവിനിയോഗത്തിലും വന്ന മാറ്റങ്ങൾ ഈ മേഖലയിലെ കാർഷിക ഉൽപാദനത്തെ ഏറെ ബാധിച്ചിട്ടുണ്ട്. ഇനി നോക്കിക്കേ, ജോൺ ജോസഫ് മർഫിയെ കുറിച്ച് പറയുന്നത്, അയർലൻഡ് സ്വദേശിയായ ഇദ്ദേഹം ഇന്ത്യയിലെ റബ്ബർ കൃഷിയുടെ പിതാവെന്ന് അറിയപ്പെടുന്നു. അപ്പോൾ റബ്ബർ കൃഷിയുടെ പിതാവ് ആരാണ്? ജോൺ ജോസഫ് മർഫിയാണ്. ഓക്കെ, അദ്ദേഹം സുഹൃത്തുക്കളോടൊപ്പം പെരിയാറിന്റെ തീരത്ത് ആലുവയ്ക്കടുത്തായി 1902 റബ്ബർ കൃഷി തുടങ്ങി. പിന്നീട് അദ്ദേഹം കോട്ടയം ജില്ലയിൽ, അപ്പോൾ ഓർത്തു വെക്കണം, റബ്ബർ കൃഷി കൂടുതലായിട്ടുള്ളത് എവിടെയാ? കോട്ടയത്താണ് കേട്ടോ. എന്താ പറയുന്നത്? പിന്നീട് അദ്ദേഹം കോട്ടയം ജില്ലയിൽ മുണ്ടക്കയത്തിനടുത്ത് ഏന്തയാറിൽ വാണിജ്യാടിസ്ഥാനത്തിൽ റബ്ബർ കൃഷി ആരംഭിച്ചു. കേവലം ഒരു പ്ലാന്റർ മാത്രമായിരുന്നില്ല മർഫി. തൊഴിലാളികൾക്കായി പെൻഷൻ ആനുകൂല്യങ്ങൾ, നാട്ടുകാർക്കായി വിദ്യാലയങ്ങൾ, ആരാധനാലയങ്ങൾ എന്നിവ അദ്ദേഹം പണിതു നൽകി. ഇടനാടിനെ കുറിച്ച് നോക്കിക്കേ, തീരപ്രദേശത്തിനും മലനാടിനും ഇടയിലാണ് ഇടനാട്. തീരപ്രദേശത്തിനും മലനാടിനും ഇടയിലാണ് ഇടനാട്. കേരളത്തിൽ ഏറ്റവും അധികം വിളവൈവിധ്യമുള്ള പ്രദേശമാണ് ഇടനാട്. ഭക്ഷ്യധാന്യങ്ങൾ, പച്ചക്കറികൾ, കിഴങ്ങുവർഗ്ഗങ്ങൾ തുടങ്ങിയവ ഇടനാട്ടിലെ വിളവൈവിധ്യത്തിന്റെ ഭാഗമാണ്. നോക്കി, ഈ ചിത്രത്തിൽ ഏതൊക്കെ കൃഷിയാണ് കാണുന്നത്? റബ്ബർ കാണുന്നുണ്ട്, കാപ്പി കാണുന്നുണ്ട്, കുരുമുളക് കാണുന്നുണ്ട്. അപ്പോൾ ഈ വിളകളൊക്കെ ഇടനാട്ടിൽ പ്രധാനമായും കൃഷി ചെയ്യുന്നവയാണ്. ധാരാളമായി ലഭിക്കുന്ന മഴ ഈ മേഖലയിലെ ചെറുകുന്നിൻ പ്രദേശങ്ങളിലെ ലാറ്ററൈറ്റ് മണ്ണിന്റെയും നദീതടങ്ങളിലെ എക്കൽ മണ്ണിന്റെയും സാമാന്യം കനത്ത ആവരണം തുടങ്ങി അനുകൂല ഭൂമിശാസ്ത്ര ഘടകങ്ങളാണ് ഇടനാട്ടിലെ വിളവൈവിധ്യത്തിന് കാരണം. കേരളത്തിലെ പ്രധാന വാണിജ്യ വിളയായ റബ്ബർ കൃഷി ചെയ്യുന്നതിന് ഏറ്റവും അനുയോജ്യമാണിവിടം.
20-ാം നൂറ്റാണ്ടിന്റെ ആദ്യ പാദത്തിലാണ് ഈ മേഖലയിൽ റബ്ബർ വ്യാപകമായി കൃഷി ചെയ്യാൻ തുടങ്ങുന്നത്. അതുവരെ മരച്ചീനി, കാച്ചിൽ, ചേന തുടങ്ങിയ കിഴങ്ങുവർഗ്ഗങ്ങളും പച്ചക്കറികളും വ്യാപകമായി കൃഷി ചെയ്തിരുന്നു. ഏത്തവാഴ കൃഷിയും ഈ മേഖലയിൽ വ്യാപകമായിരുന്നു. ഇടനാടിന്റെ ഈ വിളവൈവിധ്യം അതിവേഗം റബ്ബറിന് വഴിമാറുകയാണ്. ചെറിയ കൃഷിയിടങ്ങൾ പോലും ഇന്ന് റബ്ബർ കൃഷിക്കായി ഉപയോഗപ്പെടുത്തുന്നു. ഒരിക്കൽ നട്ട് വിളവെടുപ്പ് തുടങ്ങിയാൽ ഏറെക്കാലം വിളവ് ലഭിക്കുമെന്നത് റബ്ബറിന്റെ മേന്മയാണ്. തീരപ്രദേശം. സമുദ്രനിരപ്പിൽ നിന്നും അധികം ഉയരമില്ലാത്ത പ്രദേശമാണ് തീരപ്രദേശം. താഴ്ന്ന ഇടങ്ങളിലെ എക്കൽമണ്ണിന്റെ നിക്ഷേപം നെൽകൃഷിക്കും തീരപ്രദേശങ്ങളിലെ ഉപ്പുരസമുള്ള എക്കൽമണ്ണ് ഏത് കൃഷിയാണ്? തെങ്ങ് കൃഷിക്കുമേറെ അനുകൂലമാണ്. അപ്പോൾ സമുദ്രനിരപ്പിൽ നിന്നും അധികം ഉയരമില്ലാത്ത പ്രദേശമാണ് തീരപ്രദേശം. അതുപോലെ തന്നെ എന്താ പറയുന്നത്, എക്കൽമണ്ണിന്റെ നിക്ഷേപം നെൽകൃഷിക്കും അതുപോലെ തന്നെ ഉപ്പുരസമുള്ള എക്കൽമണ്ണിന്റെ നിക്ഷേപം എന്തിനാണ്? തെങ്ങ് കൃഷിക്കും അനുകൂലമാണ്. ഈ വിളകൾ സമൃദ്ധമായി കൃഷി ചെയ്തിരുന്ന തീരപ്രദേശ മേഖലകൾ കാലക്രമേണ ജനവാസ കേന്ദ്രങ്ങളായി മാറാൻ തുടങ്ങി. ഇത് കൃഷിഭൂമിയുടെ അളവിൽ കാര്യമായ കുറവുണ്ടാക്കി. വിത്ത്, വളം തുടങ്ങിയവയിലെ വിലവർധനവ് കൃഷി ആദായകരമല്ലാതാക്കി. ഇതുമൂലം കർഷകർ മറ്റു തൊഴിലുകളിലേക്ക് മാറാൻ നിർബന്ധിതരായി. അപ്പൊ നമ്മള് പഠിച്ചായിരുന്നു അല്ലേ? എന്താ നമ്മുടെ കേരളത്തില് കൃഷി കുറഞ്ഞതിന്റെ കാരണം എന്താണ്? ജനവാസ കേന്ദ്രങ്ങളായിട്ട് കൃഷിയിടങ്ങൾ മാറി. അതോടൊപ്പം തന്നെ എന്ത് സംഭവിച്ചു? വളത്തിനും അതുപോലെ തന്നെ വിത്തിനും എന്താണ് വിലവർധന ഉണ്ടായി. കൃഷി ആദായകരമല്ലാത്തത് കൊണ്ടാണ് ജനങ്ങള് കൃഷി ഉപേക്ഷിക്കാൻ തുടങ്ങിയത് അല്ലേ? ഓക്കെ. കൃഷിയെ നെഞ്ചേറ്റിയ നാട്. കേരളം ഒരു കാർഷിക സംസ്കാരത്തിന്റെ കേന്ദ്രമായിരുന്നു എന്നതിന് തെളിവായി അനേകം ആഘോഷങ്ങളും ആചാരങ്ങളും നമ്മുടെ നാട്ടിലുണ്ട്. നമ്മുടെ നാട്ടിലെ ചില പഴഞ്ചൊല്ലുകളാണ്. പഴഞ്ചൊല്ലുകൾ നോക്കിക്കേ, ഇതൊക്കെ എക്സാമിന് വരാറുണ്ടേ. കൃഷിയുമായി ബന്ധപ്പെട്ട പഴഞ്ചൊല്ലൊക്കെ ചോദിക്കത്തില്ലേ എന്ന് പറയുന്നല്ലോ. നോക്കിക്കേ, കുമ്പത്തിൽ മഴ പെയ്താൽ കുപ്പയിലും മാണിക്യം, കുമ്പത്തിൽ നട്ടാൽ കുടത്തോളം ചേന, മീനത്തിൽ നട്ടാലോ മീൻ കണ്ണിനോളം, തിരിമുറിയാതെ തിരുവാതിര ഞാറ്റുവേല. ഇതെല്ലാം കൃഷിയും കാലാവസ്ഥയും നമ്മുടെ സംസ്കാരത്തിൽ എത്രമാത്രം സ്വാധീനം ചെലുത്തിയിരുന്നു എന്നതിന്റെ തെളിവുകളാണ്. മാറുന്ന ഭൂവിനിയോഗം, മാറുന്ന ജീവിതക്രമം. കേരളത്തിലെ ചില പ്രധാന വിളകളുടെ ഭൂവിസ്തൃതിയിൽ കഴിഞ്ഞ അരനൂറ്റാണ്ടിനിടെ ഉണ്ടായിട്ടുള്ള വ്യത്യാസമാണ് ചുവടെ ചേർത്തേക്കുന്ന പട്ടികയിൽ. നോക്കിക്കേ, വിളകൾ കാണിച്ചിട്ടുണ്ട്: നെല്ല്, മരച്ചീനി, തെങ്ങ്, റബ്ബർ. വർഷം കാണിച്ചിട്ടുണ്ട് 1961, 1987, 2011. അപ്പോൾ നെല്ല് എങ്ങനെയാണ്? അളവില് നല്ല വ്യത്യാസമായിട്ട് വന്നിട്ടുണ്ട് അല്ലേ? കുറഞ്ഞിട്ടുണ്ട്. മരച്ചീനിയും അതുപോലെ തന്നെ എന്താണ്? കുറഞ്ഞിട്ടുണ്ട്. തെങ്ങും റബ്ബറും എന്താണ് 1961 നിന്ന് 2011 ആയപ്പോഴേക്കും വർധനവ് ഉണ്ടായിട്ടുണ്ട്. സംസ്ഥാനത്തിന്റെ പൊതുഭൂവിനിയോഗത്തിലും ഇക്കാലയളവിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. കുളങ്ങളും വയലുകളും മണ്ണിട്ട് നികത്തി മറ്റാവശ്യങ്ങൾക്കായി വിനിയോഗിക്കുന്നതും കുന്നിടിക്കലും കുന്നിൻ ചരിവുകളിൽ അശാസ്ത്രീയമായി കൃഷി ചെയ്യുന്നതുമൊക്കെ ഇന്ന് കേരളത്തിൽ വ്യാപകമാകുന്നു. അതുകൊണ്ടാണ് ഇപ്പൊ നമ്മൾ പ്രകൃതി ദുരന്തങ്ങളൊക്കെ നേരിടേണ്ടി വരുന്നത് അല്ലേ? മാറുന്ന ജീവിതക്രമം. പാടത്തും പറമ്പിലുമൊക്കെ അധ്വാനിച്ചിരുന്നവരായിരുന്നു നമ്മുടെ പഴയ തലമുറ. നൂതന തൊഴിൽ മേഖലകൾ വന്നതോടെ പുതിയ തലമുറയ്ക്ക് കൃഷിയോടുള്ള താല്പര്യം കുറഞ്ഞു. കൃഷിയിൽ നിന്ന് ലഭിക്കുന്നതിനേക്കാൾ വരുമാനം മറ്റു മേഖലകളിൽ നിന്ന് ലഭിക്കുമെന്നതിനാൽ കൃഷി മെല്ലെ ഉപേക്ഷിക്കപ്പെട്ടു. പൊതുവെ കായികാധ്വാനം കൂടുതൽ വേണ്ട കാർഷിക പ്രവർത്തനങ്ങളിൽ നിന്ന് മലയാളി പതുക്കെ പിന്മാറാൻ തുടങ്ങി. ഇത് ജീവിത രീതിയിലും ആരോഗ്യ സുരക്ഷയിലും അനവധി മാറ്റങ്ങൾക്കിടയാക്കി. ജീവിതശൈലിയിലുണ്ടായ മാറ്റങ്ങളാണ് പുതുതലമുറ രോഗങ്ങളായ രക്തസമ്മർദ്ദം, ഹൃദ്രോഗം, പ്രമേഹം എന്നിവയ്ക്ക് മുഖ്യ കാരണമാവുന്നത്. ജീവിതശൈലി രോഗങ്ങൾ എന്നാണ് ഇവയ്ക്ക് പൊതുവെ പറയുന്ന പേര്. ഗ്രാമീണ ജീവിതത്തിൽ നിന്ന് നഗര കേന്ദ്രീകൃത ജീവിത രീതിയിലേക്ക് മാറിയ മലയാളി ഇന്ന് അഭിമുഖീകരിക്കുന്ന പ്രധാന പ്രശ്നം എന്താണ്? മാലിന്യ സംസ്കരണമാണ്. ഗ്രാമങ്ങളിൽ പോലും മാലിന്യ സംസ്കരണ സംവിധാനങ്ങൾ അപര്യാപ്തമാണ്. വീട്ടിലെ മാലിന്യങ്ങൾ അവിടെ തന്നെ സംസ്കരിച്ച് ജൈവവളമാക്കാനും പച്ചക്കറി തോട്ടങ്ങളിലും കൃഷിയിടങ്ങളിലും ഉപയോഗിക്കാനുമുള്ള പുതിയ പദ്ധതികൾ ആവിഷ്കരിക്കാതെ ഇനി നമുക്ക് മുന്നോട്ടു പോവാനാവില്ല. മാലിന്യം ദുർഗന്ധം വമിക്കാതെ സംസ്കരിക്കാൻ ഇന്ന് നിരവധി മാർഗങ്ങൾ പ്രചാരത്തിലുണ്ട്. വീട്ടിലെ മാലിന്യങ്ങളിൽ അഴുകി പൊടിയുന്നവ ഉപയോഗിച്ച് മണ്ണിര കമ്പോസ്റ്റ് തയ്യാറാക്കാം. ജൈവമാലിന്യങ്ങൾ ഉപയോഗിച്ച് ബയോഗ്യാസ് നിർമ്മിക്കുകയാണ് മറ്റൊന്ന്. ബയോഗ്യാസ് പ്ലാന്റ് നിർമ്മിക്കുന്നതിന് സർക്കാർ സബ്സിഡിയും നൽകുന്നു.
നോക്കിക്കേ, പെയിന്റ് ടിന്നിൽ ബാലുവിന്റെ കുട്ടിക്കൃഷി, കൊച്ചു സിയയ്ക്ക് മാതൃക അമ്മ, അഭിജിത്തിന്റെ അടുക്കളത്തോട്ടം. കണ്ടോ, ചില പത്ര കട്ടിങ്സാ കാണിച്ചേക്കുന്നത്. എന്താണ്, കുട്ടികള് കൃഷി ചെയ്യുന്നതാണ്. വിവിധ തരത്തില് അവര് കൃഷി ചെയ്യുന്ന പേപ്പർ കട്ടിങ്സ് ആണ് ശ്രദ്ധേയമായേക്കുന്നത് കാണിച്ചേക്കുന്നത്. കൃഷി ചെയ്യാൻ എന്തിനാ മണ്ണ്? കൃഷി ചെയ്യണമെന്നുണ്ട്, പക്ഷേ മണ്ണില്ല. നഗരവാസികളുടെ സ്ഥിരം പരാതികളിൽ ഒന്നാണിത്. നോക്കിക്കേ, ഹൈഡ്രോപോണിക്സ്. ഇത് എക്സാമിന് ചോദിക്കുന്നയാ. ഹൈഡ്രോപോണിക്സ് അതിനൊരു പരിഹാരമാണ്. സസ്യവളർച്ചയ്ക്ക് ആവശ്യമായ ധാതുലവണങ്ങൾ വെള്ളത്തിൽ അലിയിച്ച് നൽകുകയാണിവിടെ. വേരുകൾക്ക് പടരാൻ തൊണ്ട്, ചരൽ തുടങ്ങിയ വസ്തുക്കൾ നൽകാവുന്നതാണ്. അപ്പൊ സെന്റൻസ് ഓർത്ത് വെച്ചേക്കുക. എന്താണ്, സസ്യങ്ങൾക്ക് ആവശ്യമായ ധാതുലവണങ്ങൾ വെള്ളത്തിൽ അലിയിച്ചാണ് ഹൈഡ്രോപോണിക്സ് കൃഷി രീതി ചെയ്യുന്നത്. വളരെ കുറച്ച് സ്ഥലമുള്ളവർക്ക് പോലും വീട്ടിൽ പച്ചക്കറിത്തോട്ടം ഉണ്ടാക്കാൻ സഹായകമാണ് വെർട്ടിക്കൽ നെറ്റ് ഫാമിംഗ്. മുളയിലോ കമ്പുകളിലോ വില കുറഞ്ഞ വല കുത്തനെ വലിച്ചു കെട്ടിയാണ് ഈ കൃഷിരീതി നടപ്പാക്കുന്നത്. ഇങ്ങനെ ചെയ്യുമ്പോൾ പയറും പാവലും ഒക്കെ മുകളിലേക്ക് പടരുന്നതിനാൽ സ്ഥലക്കുറവ് പ്രശ്നമാവില്ല. ഓക്കെ. പരിസ്ഥിതി സൗഹൃദ കൃഷിക്ക് 100 മേനി വിളവ്. കുട്ടനാട്ടിലെ ആദ്യത്തെ പരിസ്ഥിതി സൗഹൃദ കർഷകരിൽ ഒരാളാണ് PJ തോമസ്. നെൽകൃഷിയിലാണ് അദ്ദേഹം തന്റെ കാർഷിക പരീക്ഷണം നടത്തിയത്. ചാണകം, ഗോമൂത്രം, പാടത്തെ മണ്ണ് തുടങ്ങിയവ പ്രത്യേക അനുപാതത്തിൽ കൂട്ടിക്കലർത്തി ഏതാനും ദിവസം അടച്ചു മൂടി വെച്ചു. ഈ മിശ്രിതം നെൽകൃഷിക്കുമീതെ വീശിയൊഴിച്ചു. ജൈവമിശ്രിതമായതുകൊണ്ട് ചെടികളിൽ വീണാലും കുഴപ്പമില്ല. 15 ദിവസം വീതം ഇടവിട്ട് ഇത് 3 തവണ ആവർത്തിച്ചു. ആരോഗ്യത്തോടെ വളർന്ന നെൽച്ചെടികളിൽ നിറയെ കതിര്. രാസകൃഷി ചെയ്ത മറ്റു പാടങ്ങളിലൊക്കെ ഏക്കറിന് 2.5 ടൺ നെല്ല് കിട്ടിയപ്പോൾ തോമസ് ചേട്ടന് കിട്ടിയത് എത്രയാണ്? 3 ടൺ നെല്ലാണ്. ഈ മാതൃകകളിൽ ചിലതെല്ലാം അനുകരണീയമാണ്. ഇതിലൂടെ നമുക്ക് നമ്മുടെ നഷ്ടപ്പെട്ട കൃഷിയെ പൂർണ്ണമായും തിരിച്ചുപിടിക്കാൻ ആവില്ലെങ്കിലും മണ്ണിനെ നിലനിർത്താനാവും. മണ്ണിന്റെ നീർവാർച്ചയും പ്രകൃതിയുടെ കുളിർമയും തിരിച്ചുപിടിക്കാനായാൽ തന്നെ അത് വലിയൊരു നേട്ടമാണ്. സർക്കാരിന്റെ പ്രോത്സാഹനം. കേരളത്തിന്റെ കാർഷിക പാരമ്പര്യം തിരിച്ചുപിടിക്കാൻ സർക്കാരിന്റെ നേതൃത്വത്തിൽ നിരവധി പദ്ധതികൾ ആവിഷ്കരിച്ചിട്ടുണ്ട്. ജനങ്ങളെ കൃഷി ചെയ്യാൻ പ്രോത്സാഹിപ്പിക്കുന്ന നിരവധി സ്കീമുകളും സർക്കാർ തലത്തിലുണ്ട്. വെജിറ്റബിൾ ആൻഡ് ഫുഡ് പ്രൊമോഷൻ കൗൺസിൽ കേരള അത്തരത്തിലുള്ള ഒരു സംരംഭമാണ്. VFPCK എന്ന് പറയുന്നത് എന്താണ്? വെജിറ്റബിൾ ആൻഡ് ഫുഡ് പ്രൊമോഷൻ കൗൺസിൽ കേരള. പഴങ്ങൾ, പച്ചക്കറികൾ, സുഗന്ധവിളകൾ, കൂൺ ഇനങ്ങൾ, ഔഷധ സസ്യങ്ങൾ എന്നിവയുടെ കൃഷി പ്രോത്സാഹിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് സംസ്ഥാന ഹോർട്ടിക്കൾച്ചർ മിഷൻ പ്രവർത്തിക്കുന്നത്. തേനീച്ച വളർത്തൽ പ്രോത്സാഹിപ്പിക്കുന്നതും ഈ മിഷന്റെ ലക്ഷ്യമാണ്. കൃഷിവകുപ്പും കുടുംബശ്രീ മിഷനും മറ്റ് നിരവധി ഏജൻസികളും കൃഷി പ്രോത്സാഹിപ്പിക്കുന്നതിൽ സർക്കാരിനെ സഹായിക്കുന്നുണ്ട്. ഈ ഒരു ബോക്സ് പഠിച്ചു വെക്കണേ. എന്താ പറയുന്നത്? ചില നൂതന കൃഷിരീതികൾ. ഹരിതഗൃഹ കൃഷി എന്താണ്? കൊടുന്തണുപ്പുള്ള ഇടങ്ങളിൽ വിളകൾ നശിച്ചു പോകാതിരിക്കാനായി സ്ഫടികമേൽക്കൂരയുള്ള മുറികളിൽ അവയെ വളർത്തുന്ന രീതിയാണ് ഹരിതഗൃഹ കൃഷി. അടുത്ത നോക്കിക്കേ, കൃത്യത കൃഷി. ഓരോ പ്രദേശത്തെയും മണ്ണിനും വിളയ്ക്കും ഓരോ സമയത്തും ആവശ്യമായ പരിചരണം എന്താണ്? വെള്ളം, വളം എന്നിവ കൃത്യമായ അളവിൽ നൽകുന്ന കൃഷിരീതിയാണിത്. പച്ചക്കറി കൃഷിക്ക് അനുയോജ്യമായ നീർവാർച്ചയും സൂര്യപ്രകാശവും ലഭിക്കുന്ന ഏത് സ്ഥലവും കൃത്യത കൃഷിക്ക് പ്രയോജനപ്പെടുത്താം. അടുത്ത നോക്കിക്കേ, ഫെർട്ടിഗേഷൻ. ഇത് എക്സാമിന് ചോദിച്ചിട്ടുണ്ടേ. അതുപോലെ തന്നെ ഹരിതഗൃഹ കൃഷിയും പഠിച്ചു വെക്കണം. എല്ലാം പഠിച്ചു വെക്കണം. സ്റ്റേറ്റ്മെന്റ് അടക്കം വരാൻ സാധ്യതയുള്ളതാണ്. വെള്ളവും വളവും കണികാരൂപത്തിൽ ഡ്രിപ്പറുകളിലൂടെ നൽകുന്ന രീതിയാണ് ഫെർട്ടിഗേഷൻ. പൂർണ്ണമായും വെള്ളത്തിൽ ലയിക്കുന്ന രാസവളങ്ങൾ ഉപയോഗിക്കുന്നത് കൊണ്ട് ചെടികൾക്ക് അവ വേഗത്തിൽ വലിച്ചെടുക്കാൻ കഴിയും. വെള്ളവും വളവും കണികാരൂപത്തിൽ ഡ്രിപ്പറുകളിലൂടെ. ഓക്കെ. അപ്പോൾ ഹൈഡ്രോപോണിക്സും ഫെർട്ടിഗേഷനും തിരിഞ്ഞു പോകരുത്. ഓക്കെ. ഇത് എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. എനിക്കൊന്നു സ്റ്റേറ്റ്മെന്റ് ആയിട്ട് എന്തോ ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, പഠിച്ചു വെക്കണേ. നോക്കിക്കേ, കർഷകദിനം എന്നാണ്? ചിങ്ങം 1 കർഷകദിനം. ഹരിത കേരളം. കേരളത്തിന്റെ ഭൂപ്രകൃതിയും മണ്ണും കാലാവസ്ഥയും എല്ലാം കൃഷിക്ക് ഏറ്റവും അനുയോജ്യമാണ്. ഇതിനെ ഉപയോഗപ്പെടുത്തുന്ന ഒരു ജീവിതശൈലിക്ക് കേരളീയർ മാറേണ്ടതുണ്ട്. ഓരോ കുടുംബവും അവർക്ക് ആവശ്യമുള്ള പച്ചക്കറികൾ വീട്ടുപറമ്പിൽ കൃഷി ചെയ്യുന്നു. സ്കൂൾ ഉച്ചഭക്ഷണ പരിപാടിക്ക് ആവശ്യമായ പച്ചക്കറികൾ സ്കൂൾ കോമ്പൗണ്ടിൽ തന്നെ കൃഷി ചെയ്തുണ്ടാക്കുന്നു. നാട്ടിലെങ്ങും വിഷമല്ലാത്ത പച്ചക്കറികളും ഭക്ഷ്യധാന്യങ്ങളും വിളയുന്നു. പാടത്തും പറമ്പിലും അധ്വാനിക്കുന്നത് കൊണ്ട് ജീവിതശൈലി രോഗങ്ങളില്ല.
ഇങ്ങനെയൊരു നാളെയാണ് നമുക്ക് വേണ്ടത്. നാം എല്ലാവരും ഒരുപോലെ ഉത്സാഹിച്ചാൽ ഇതൊക്കെ നിഷ്പ്രയാസം സാധിക്കാവുന്നതേ ഉള്ളൂ. ഭൂപ്രകൃതി, മണ്ണ്, കാലാവസ്ഥ, മഴ, നദികൾ ഇവയൊക്കെ കാർഷിക പ്രവർത്തനങ്ങൾക്ക് അനുകൂലമായ നമ്മുടെ നാടിന്റെ കാർഷിക സംസ്കാരം വീണ്ടെടുക്കാൻ നമുക്ക് കൈകോർക്കാം. അപ്പോൾ ഇത് ലാസ്റ്റിലായിട്ട് പറഞ്ഞേക്കുന്ന കാര്യമാണ്. അപ്പോൾ നമ്മൾ എന്താണ് കൃഷി ചെയ്യണം. കൃഷി ചെയ്യുമ്പോൾ നമുക്ക് എന്താണ് നമ്മുടെ ശരീരം അല്ലെങ്കിൽ നമുക്ക് ജോലിയൊക്കെ ചെയ്യുന്നത് കൊണ്ട് ജീവിതശൈലി അസുഖങ്ങളൊന്നും ഉണ്ടാവത്തില്ല. ഓക്കെ, ശരി. നമ്മുടെ ഒരു ചാപ്റ്റർ കഴിഞ്ഞിട്ടുണ്ട്. നല്ലൊരു ചാപ്റ്ററാണ്. പ്രധാനപ്പെട്ട കുറച്ച് പോയിന്റുകൾ ഇതിനകത്തുണ്ട്, പഠിച്ചു വെക്കുക. ഓക്കെ, നമുക്ക് വേറൊരു ക്ലാസ്സിൽ കാണാം. ഓക്കെ, താങ്ക് യു.